കോഴിക്കോട് താമരശ്ശേരിയിലെ ഷഹബാസ് കൊലക്കേസ് അതിലെ പ്രതികൾക്ക് തുടർ പഠനത്തിന് അർഹതയുണ്ട്, അവകാശമുണ്ട് എന്ന് കോടതി പറഞ്ഞത്. അപ്പോൾ ആ ഷഹബാസ് വധക്കേസിലെ പ്രതികളായ വിദ്യാർത്ഥികൾക്ക് +1 അഡ്മിഷൻ നൽകിയതിനെതിരെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് MSFന്റെ ഒരു വലിയ പ്രതിഷേധമാണ്. കഴിഞ്ഞ ദിവസം യുവജന സംഘടനകളുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധമുണ്ടായിരുന്നു. താമരശ്ശേരി GVHSSന് മുന്നിലാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. 3 പേർക്കാണ്, ഈ പ്രതികളിൽ 3 പേർക്കാണ് ഈ സ്കൂളിൽ അഡ്മിഷൻ +1ന് നൽകിയത്. അവരുടെ പ്രായം പരിഗണിച്ചുകൊണ്ടാണ് വിദ്യാഭ്യാസം തുടരട്ടെ എന്നൊരു തീരുമാനം വന്നത്. അതേസമയം തന്നെ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഷഹബാസിന്റെ കുടുംബത്തിന്റെ നിലപാട്. നേരത്തെ പരീക്ഷ എഴുതിച്ചപ്പോൾ തന്നെ ആ എതിർപ്പ് വന്നതാണ്. വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തുനിന്നും അത്തരം എതിർപ്പുകൾ വന്നിരുന്നു. അഖില CP ഉണ്ട് വിവരങ്ങളുമായി അവിടെ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഖില, MSFന്റെയും KSUവിന്റെയും ഒക്കെ വലിയ പ്രതിഷേധമുണ്ടാകുന്നു. ഈ കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുത്തതിൽ അവർ പ്രതികളാണല്ലോ, അവർ കുറ്റാരോപിതരാണല്ലോ, അവർക്ക് അഡ്മിഷൻ കൊടുത്തതിനെതിരെ വലിയ പ്രതിഷേധമാണോ സംഘടനകൾ ഉയർത്തുന്നത്? കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് സമാനമായ പ്രതികരണങ്ങൾ തന്നെയല്ലേ? നാട്ടുകാരുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയാണ്? രതീഷ് ആര്യ, ഈ അഡ്മിഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ യുവജന സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അപ്പോൾ ഈ ഷഹബാസ് വധക്കേസിൽ കുറ്റാരോപിതരായ 6 വിദ്യാർത്ഥികൾക്കാണ് കോഴിക്കോട് നഗരത്തിലും താമരശ്ശേരി GVHSSലുമായിട്ടുള്ള സ്കൂളുകളിൽ അഡ്മിഷൻ നൽകിയിരിക്കുന്നത്. അഡ്മിഷൻ നൽകാൻ, അതായത് അലോട്ട്മെന്റിൽ അവർക്ക് താമരശ്ശേരി GVHSSലാണ് 3 പേർക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 3 പേർ അവിടെ ഇന്ന് എത്തി അഡ്മിഷൻ എടുക്കേണ്ടതുണ്ട്. ഇന്നലെ ഈ സുപ്രധാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവുണ്ടായിരുന്നു. കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കാനുള്ള യാതൊരു അവകാശവും അവർക്കത് കൃത്യമായി നൽകണം എന്നുള്ളൊരു സുപ്രധാനപ്പെട്ട വിധി ഇന്നലെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഈ 10 മണി മുതൽ 5 മണി വരെയുള്ള ഏതെങ്കിലും സമയത്തിനുള്ളിൽ കുട്ടികൾ അതത് സ്കൂളിലെത്തി അഡ്മിഷൻ എടുക്കണം എന്നുള്ളൊരു ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിന്റെ ഭാഗമായാണ് താമരശ്ശേരി GVHSലേക്ക് 3 കുട്ടികൾ പോകുന്നത്. അവിടെയാണ് യൂത്ത് കോൺഗ്രസും MSFും സംയുക്തമായി പ്രതിഷേധിക്കുന്നത്. നമുക്കറിയാം, ഈ കുട്ടികളെ പരീക്ഷ എഴുതിക്കുന്ന സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. പരീക്ഷ എഴുതിക്കാൻ അനുവദിക്കില്ല എന്ന രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഈ യൂത്ത് കോൺഗ്രസിന്റെയും MSFന്റെയും ഭാഗത്തു നിന്നുണ്ടായിരുന്നു. സമാനമായ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇന്ന് താമരശ്ശേരി GVHSന് മുന്നിലും നടക്കുന്നത്. ഇപ്പോൾ ഈ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. അതായത് കുട്ടികൾക്ക് ജുവനൽ ഹോമിലായതിനാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്നു, +1ലുള്ള അഡ്മിഷനൊന്നും എടുക്കാൻ സാധിക്കുന്നില്ല എന്ന് മാതാപിതാക്കളാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ആ ഒരു ഹർജിയിലാണ് ഇപ്പോൾ ഇന്നലെ ഉത്തരവ് വന്നത്. അതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ഒബ്സർവേഷൻ ഹോമിന് കൃത്യമായ നിർദ്ദേശം ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രതിപക്ഷ യുവജന സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ഉയർന്നിരിക്കുന്നത്. പക്ഷേ കോടതി എടുത്തിരിക്കുന്ന നിലപാടിൽ കൃത്യമാണ്. ചെറിയ കുട്ടികളാണ്, അവർക്ക് മുന്നോട്ട് പഠിക്കാനുള്ള, ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള അവസരമുണ്ട്, അവകാശമുണ്ട്. അതാണിപ്പോൾ ഈ തുടർ പഠനത്തിലൂടെ കോടതി നൽകിയിരിക്കുന്നത്. പക്ഷേ അഡ്മിഷൻ നൽകിയ +1 അഡ്മിഷൻ നൽകിയ സ്കൂളിന് മുന്നിലാണ് ഇപ്പോൾ വ്യാപകമായ പ്രതിഷേധം, ശക്തമായ പ്രതിഷേധം ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ഭാഗത്തു നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്.